ശ്രീ ഇ ഡി മാത്യൂസ്, 2014 നരേന്ദ്രമോദിയെ ഇതേപോലെ തന്നെ ശശി തരൂർ പ്രശംസിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞത് സ്വച്ഛ് ഭാരത് ദൗത്യം പോലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംരംഭങ്ങൾ വളരെ ഗുണം ചെയ്യും രാജ്യത്തിനെന്നതായിരുന്നു. നാടിന് നല്ല കാര്യങ്ങൾ കണ്ടാൽ താൻ പ്രതികരിക്കുമെന്നാണ് ഇന്നും ഇപ്പോൾ തരൂർ പറഞ്ഞിരിക്കുന്നത്. അതുവരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ നരേന്ദ്രമോദിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ അദ്ദേഹം കണ്ടത്, പൊതുവെ പ്രശംസാവാചകൾ പറയാൻ മടിയുള്ള ട്രംപ് നരേന്ദ്രമോദിയെ ഈ നിലയ്ക്ക്, അതായത് എന്നേക്കാൾ നല്ല നെഗോഷിയേറ്റർ എന്ന നിലയിൽ പ്രശംസിച്ചത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഏത് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തരൂർ ഇങ്ങനെയൊരു പ്രശംസാവാചകം വളരെ പരസ്യമായി പ്രകടിപ്പിച്ചത്? കോൺഗ്രസ് നേതൃത്വത്തെ ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഗുണം ഈ തുറന്നു പറച്ചിൽ കൊണ്ടുണ്ടാകുമോ? ഗോപികൃഷ്ണൻ, അമേരിക്കയിലെ ഒരു പ്രശസ്തമായ ഒരു സേയിങ് ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാല്, പൊളിറ്റിക്സ് എൻഡ്സ് അറ്റ് ദ വാട്ടേഴ്സ് എഡ്ജ് എന്ന് പറഞ്ഞാല്, ഒരു രാജ്യത്തെ ഗവൺമെന്റ് ഒരു പോളിസി, വിദേശ നയ പോളിസി എടുക്കുമ്പോൾ അത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസും ഓപ്പോസിഷൻ പാർട്ടീസും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു 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 കാര്യമാണത്. അത് അമേരിക്കൻ പൊളിറ്റിക്സ് അങ്ങനെയാണ്. അവര് വിദേശ നയം സ്വീകരിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ഒന്നിച്ചു നിൽക്കും. അത് അവരുടെ സംസ്കാരമാണ്, അത് അവരുടെ പൊളിറ്റിക്സ് ആണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഈ ഈ ട്രംപിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും ഈ ട്രംപ് മോഡി മീറ്റിംഗിന്റെ ടേക്ക് അവേ എന്താണ്? ബൈലാറ്ററൽ പാർട്ണർഷിപ്പ് ശക്തമാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള പാർട്ണർഷിപ്പ് ശക്തമാണ്. നോക്കൂ, ആദ്യമായിട്ട് ട്രംപ് സൈൻ ചെയ്ത എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഉള്ളത് ഒന്ന് എന്താണ്? കാനഡയ്ക്കെതിരെ 25% ടാരിഫ്. കാനഡ ആരാണ്? കാനഡ ഏത് രാജ്യമാണ്? കാനഡ എന്ന് പറയുന്നത് USA-യുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും അടുത്ത ബന്ധുവും ഏറ്റവും അടുത്ത നെയ്ബറുമാണ്. അത്രയ്ക്കും ശക്തമായ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു രാജ്യത്തിനെതിരെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് സൈൻ ചെയ്തിട്ട് 25% ടാരിഫ് ഇമ്പോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാല് നമുക്കറിയാം എത്രമാത്രം പ്രാധാന്യം ട്രംപ് അമേരിക്കയ്ക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള സ്ലോഗന് നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. താരതമ്യം ചെയ്യൂ, ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യൂ. നമ്മൾ എത്രയോ ഓഷൻസിനകലെയാണ്, നമ്മൾ എത്രയോ എനിമിക്കലായിട്ടുള്ള രാജ്യങ്ങളുടെ നടുക്കാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത രാജ്യങ്ങളുടെ നടുക്കാണ് നമ്മൾ ജിയോ പൊളിറ്റിക്കലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇക്കോണമി ഈസ് സ്ലോയിങ് ഡൗൺ. India is forced to take back 7.25 lakhs of undocumented immigrants. 7.25 ലക്ഷം ആൾക്കാരെയാണ് അമേരിക്ക തിരിച്ചയക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ ഓയിൽ, അതെല്ലാം താങ്കൾ പറഞ്ഞപ്പോ കാനഡയിൽ ഇറക്കുമതി തീരുവ കൂട്ടാനെടുത്ത തീരുമാനം, ചുങ്കം കൂട്ടാൻ അമേരിക്ക എടുക്കുന്നത്, ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തീരുമാനം അമേരിക്കയെ വീണ്ടും അമേരിക്കയെ ഒരു ഗ്രേറ്റ്നെസ്സിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്ന തീരുമാനമൊക്കെ മനസ്സിലായി. പക്ഷേ നരേന്ദ്രമോദി നടത്തിയ ഈ സൗഹൃദ സംഭാഷണം, അതായത് ഡോക്ടർ തരൂർ വാനോളം പുകഴ്ത്തിയ ഈ സന്ദർശനമുണ്ടല്ലോ, അതിൽ ചില നിലപാടുകളിൽ ഒരല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്ക തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ കൂട്ടുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ ബിസിനസ് നടത്താൻ കൊള്ളാവുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം ഈ രാജ്യത്തില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തീരുവ കൂട്ടിയാൽ ഞങ്ങളും തീരുവ കൂട്ടും എന്ന ടിറ്റ് ഫോർ ടാറ്റ് സമീപനം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ 119 പേരെയും കൊണ്ടുള്ള, താങ്കൾ പറഞ്ഞ 7.5 ലക്ഷം വരുന്ന അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ 119 പേരെയും കൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക വിമാനം ഇന്ന് പഞ്ചാബിൽ എത്താൻ പോവുകയാണ്. ആ വരുന്ന വിമാനത്തിനകത്തുള്ള നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഇന്ത്യക്കാർ, നമ്മുടെ സഹോദരങ്ങൾ, അവരെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ചിട്ടായിരിക്കില്ല ഇവിടെ ഇറക്കുക എന്ന് ഉറപ്പ് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ, ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ MP ആയ ശശി തരൂരിന് പ്രധാനമന്ത്രിയെ നാടിൻ്റെ നന്മ മുൻനിർത്തി പ്രശംസിക്കാൻ കഴിയുക? ഇസ് ദാറ്റ് നോട്ട് വേർഡ്?
ഗോപികൃഷ്ണൻ, ഈ അൺഡോക്യുമെന്റഡ് ഇമിഗ്രൻസ് ഇന്നെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അമേരിക്കൻ പോളിസിയാണ്. അത് ട്രംപ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ആക്റ്റീവായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പോളിസിയാണത്. അത് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത്. അത് മെക്സിക്കോയെ ബാധിക്കും, അത് നിക്കരാഗോയെ ബാധിക്കും, അത് എൽ സാൽവഡോറിനെ ബാധിക്കും, അങ്ങനെ പല രാജ്യങ്ങളെ ബാധിക്കുന്ന കേസാണിത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളൂ. ഈ ചെയിൻ ഇടുന്നതും ഷാക്കിൾസ് ചെയ്യുന്നതും വിലങ്ങിടുന്നതും ഒന്നും മനുഷ്യത്വപരമായ കാര്യങ്ങളല്ല. അത് ഹ്യൂമൻ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആണ്. അത് പാടില്ലായിരുന്നു. അത് അത് പ്രധാനമന്ത്രി അത് ഉന്നയിക്കേണ്ടതായിരുന്നു. ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനൗപചാരികമായിട്ട് ഒരുപക്ഷെ ഉന്നയിച്ചിട്ടുണ്ടാവാം. ഈ അടുത്ത വരുന്ന അമൃത്സറിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന വിമാനത്തിന്റെ കാര്യത്തില് നമുക്ക് എന്താണ് സിറ്റുവേഷൻ എന്ന് അറിഞ്ഞുകൂടാ. ഷാക്കിൾസ് ഉണ്ടാവോ ഷാക്കിൾസ് ഇല്ലയോ എന്ന് നമുക്ക് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല. അത് അത് ഒരു പ്രധാന വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് എൻ അമേരിക്കൻ പോളിസി ടു ഡിപ്പോർട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ പറ്റി പറയുമ്പോ ഗോപികൃഷ്ണൻ, പ്രധാനമായിട്ട് നമുക്ക് പല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. H1B വിസ പ്രോഗ്രാം ഈസ് അണ്ടർ സ്ക്രൂട്ടിനി. അത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം നമുക്ക് ഒരുപാട് ഇന്ത്യൻ പോപ്പുലേഷൻ അമേരിക്കനുണ്ട്, ലീഗലായിട്ട് സെറ്റിൽഡ് ചെയ്ത ആൾക്കാരുണ്ട്. അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ ട്രംപ് ഹാസ് സിഗ്നൽഡ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ചൈനയുമായിട്ട് ഒരു ഒരു ബന്ധം പുനഃസ്ഥാപിക്കുകയല്ല, ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു കൊണ്ട് പോകാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ട്രംപ് പറയുന്നുണ്ട്. അത് നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നമുക്കുണ്ട്. പിന്നെ രണ്ടാമത് ഇൻഡോ പസഫിക് പോളിസി ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്ത പോളിസിയാണത്. അതിൻ്റെ അകത്ത് കണ്ടിന്യൂവേഷൻ ഉണ്ട്. അത് നമുക്ക് നല്ലതാണ്. അത് ചൈനയ്ക്കെതിരാണ്. അപ്പോ പ്രധാനമായിട്ടും ഒരു മൊത്തത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുമ്പോ നമുക്ക് ആഘാതം ഒന്നും ഉണ്ടായിട്ടില്ല.